കുമളി പഞ്ചായത്തിലുണ്ട്. ജൈവമാലിന്യങ്ങൾ സംസ്കരിച്ച് കൃഷി ആവശ്യത്തിനുള്ള മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന 1000-ഓളം വീടുകളും കുമളിയിലുണ്ട്. വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയും ശുചിത്വവും പരസ്പര പൂരകമായി വർത്തിക്കുന്നതാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഗ്രീൻ കുമളി ക്ലീൻ കുമളി എന്ന ലക്ഷ്യവുമായി കുമളി പഞ്ചായത്ത് മുന്നോട്ട് നീങ്ങുന്നത്. മഴക്കാലം ഇങ്ങെത്തി, ഒപ്പം മഹാരോഗങ്ങളും. ഇതിന് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ വീടുകൾ ശുദ്ധമായി സൂക്ഷിക്കുക. കൊതുക്, ഈച്ച തുടങ്ങിയ രോഗവാഹകരായ ജീവികൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കുക. അത് മഹത്തായ പൗരധർമ്മമാണ്. വീടും പരിസരവും വൃത്തിയാക്കാം, പകർച്ചവ്യാധികൾ ഒഴിവാക്കാം. കോട്ടയം ജില്ലയിലെ എലിക്കുളം, എറണാകുളം ജില്ലയിലെ ഏലൂർ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകൾ ശുചിത്വ പരിപാലനത്തിലും ഊർജ്ജ സംരക്ഷണത്തിലും വിദ്യാർത്ഥികളുടെ പങ്ക് ഉറപ്പുവരുത്തുകയാണ് തങ്ങളുടെ പദ്ധതികളിലൂടെ. ഇവരാണ് ഇവിടുത്തെ ഗ്രീൻ പോലീസ്. ഈ പഞ്ചായത്തിലെ സ്കൂളിലെ വിദ്യാർത്ഥികളാണിവർ. പഞ്ചായത്തിലെ ശുചിത്വ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ഇവരാണ്. നിങ്ങളുടെ ഗ്രീൻ പോലീസ് ഈ പഞ്ചായത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ എന്നും ഞങ്ങളുടെ സ്കൂളും അതോടൊപ്പം പരിസരങ്ങളും ക്ലാസ് മുറിയും എല്ലാം വൃത്തിയാക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് റബ്ബറാണ്. അതുകൊണ്ട് തന്നെ റബ്ബറിൻ്റെ ചിരട്ടെ വെള്ളം കെട്ടിയിരുന്ന് കൊതുക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനകത്തെ വെള്ളം മറിച്ച് കളയുകയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. പിന്നെ റോഡ് വർക്കിലും ഒക്കെ വേസ്റ്റൊക്കെ വിക്ഷേപിക്കുന്നവരുണ്ട്. അതൊക്കെ ഞങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ ഇവിടെ കളക്ട് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. പിന്നെ വീടുകളിലെ വേസ്റ്റ് കളക്ട് ചെയ്യുന്നു. പിന്നെ കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തുന്നു. അതുപോലെ ധാരാളം മാലിന്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീക്കാൻ പറ്റാത്തതാണെങ്കിൽ മാത്രം ആരോഗ്യവകുപ്പിനെ അറിയിക്കുന്നു. ഇങ്ങനെയുള്ള മുതലായ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. പഞ്ചായത്തിലെ LP UP സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് ഗ്രീൻ പോലീസ് സേനയിലെ അംഗങ്ങൾ. സ്കൂളിലെ ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇവരാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന BSES പവർ പ്ലാന്റ് ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എന്നാൽ വൈദ്യുതിയുടെ വിതരണത്തിലും നിരക്കിലുമുണ്ടായ പ്രശ്നങ്ങൾ മൂലം ധാരാളം വ്യവസായശാലകൾ ഇവിടെ അടച്ചുപൂട്ടിപ്പോയിട്ടുണ്ട്. രാജ്യമെങ്ങും LED ബൾബുകൾ സ്ഥാപിക്കാനായി പ്രചരണങ്ങൾ നടക്കുമ്പോൾ ഏലൂർ പഞ്ചായത്ത് ഊർജ്ജ സംരക്ഷണത്തിനായി ഒരു പ്രത്യേക പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഊർജ്ജസേന. (2008-2009) കൂടിയ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റിയാണ് ഊർജ്ജസേന എന്ന ആശയത്തിന് രൂപം നൽകിയത്. ഉദ്യോഗമണ്ഡൽ MES സ്കൂളിലെ തെരഞ്ഞെടുത്ത 300 കുട്ടികളെ പങ്കെടുപ്പിച്ചാണ് ഊർജ്ജസേനയ്ക്ക് രൂപം നൽകിയത്. BSES എന്ന നാഫ്ത ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയും പരിപാടിയിൽ പങ്കാളികളായി. ഏലൂർ ഉൾപ്പെടെ 3 പഞ്ചായത്തുകളിലും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലും വിപുലമായ പരിസ്ഥിതി ഊർജ്ജ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഈ ഊർജ്ജസേന നടത്തുന്നു. സർവേ, മീറ്റർ റീഡിംഗ് രേഖപ്പെടുത്തൽ, എനർജി ഓഡിറ്റിംഗ്, ലഘുലേഖ വിതരണം, CFL വിതരണം, അങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് സേന ക്രമീകരിച്ചിരിക്കുന്നത്. ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ കുട്ടികൾ വഴി സാധാരണക്കാരനിലേക്ക് എത്തിക്കുക എന്നതാണ് ഊർജ്ജസേനയുടെ ദൗത്യം. വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമേ അവയുടെ പ്രവർത്തനത്തിനാവശ്യമായ വൈദ്യുതി പവർ ഹൗസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ എന്നും ഉപകരണത്തിന്റെ ശക്തി, പ്രവർത്തിപ്പിക്കുന്ന സമയം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഡാമിൽ നിന്ന് വെള്ളവും താപനിലയത്തിൽ നിന്ന് ഇന്ധനവും ചെലവാകുന്നതായും ഉപഭോക്താക്കളെ ഇവർ അറിയിക്കുന്നു. ഞങ്ങൾ ആദ്യം ഈ വീടുകളിൽ സർവേ ചെയ്യാൻ പോയപ്പോൾ ഈ വീട്ടുകാർക്ക് എല്ലാവർക്കും പേടിയായിരുന്നു. ആരും ഇതിന് ഇങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഞങ്ങളുടെ ബോധവൽക്കരണ ക്ലാസ്സിനൊക്കെ ശേഷം അവർക്ക് ഞങ്ങളുടെ ഈ പരിപാടിയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണയൊക്കെ ലഭിച്ചു. ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായ 1800 വീടുകൾക്കും സൗജന്യമായി CFL വിതരണവും ചെയ്തു. കുറേ ആളുകൾ ഞങ്ങളുടെ അടുത്ത് ആദ്യം സഹകരിച്ചില്ല. കാരണം അവർ വിചാരിച്ചിരുന്നത് കൺസ്യൂമർ നമ്പറൊക്കെ എഴുതിയെടുക്കുന്നത് വഴി KCBയിൽ നിന്ന് വലിയ ആളുകൾ വന്ന് അവരുടെ കറണ്ട് ബില്ല് കൂട്ടുവാനായിട്ട് ഇടയാകുമെന്നായിരുന്നു. പക്ഷേ കൂടുതൽ ലഘുലേഖകളും അതുപോലെ തന്നെ കാര്യങ്ങളിലൂടെ ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അവരിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ലഭിച്ചു. 2010 ജനുവരിയിൽ എടുത്ത 2ാം ഘട്ട സർവേയുടെ ഫോമാണ് നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
ഈ സർവേ ശ്രദ്ധിച്ചാൽ ആദ്യഘട്ട സർവേയിൽ നിന്നും വ്യത്യസ്തമായി വീട്ടിലുപയോഗിക്കുന്ന വൈദ്യുതോപകരണങ്ങളുടെ എണ്ണത്തിൽ സാധാരണ ബൾബുകളിൽ നിന്ന് CFL ബൾബുകളുടെ എണ്ണം വളരെ വർദ്ധിച്ചതായിട്ട് കാണാം. വിദ്യാലയങ്ങളിൽ നിന്നും ലഭിച്ച ലഘുരേഖകളിലൂടെ ആളുകൾക്ക് ഊർജ്ജം സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് ബോധവാന്മാരായിട്ടുണ്ട്. മാത്രമല്ല CFL ബൾബുകൾ ഉപയോഗിച്ച് തുടങ്ങിയതോടുകൂടി വൈദ്യുതി ബില്ലിലും സാരമായ മാറ്റം വന്നിട്ടുണ്ട്. ഇത്തരം ചെറിയ പ്രവർത്തനങ്ങളിലൂടെയാണ് 13 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഈ പഞ്ചായത്തിൽ ലാഭിക്കാൻ കഴിഞ്ഞത്. 1800 വീടുകളിൽ CFL വിതരണം ചെയ്തു. ഏകദേശം 3800ഓളം CFL ലാമ്പുകളാണ് ക്യാമ്പയിനിലൂടെ സ്ഥാപിച്ചത്. ഇതോടൊപ്പം 2550 വീടുകൾക്ക് സൗജന്യ വൃക്ഷത്തൈ വിതരണവും നടത്തി. ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരു വർഷം 12,98,487 യൂണിറ്റ് വൈദ്യുതിയാണ് ഊർജ്ജസേന സംരക്ഷിച്ചത്. CFL വിതരണത്തിലൂടെ ഏലൂർ പഞ്ചായത്ത് സംരക്ഷിച്ചത് 70,76,000 രൂപയുടെ വൈദ്യുതിയാണ്. നാദാപുരം പഞ്ചായത്തിലെ കല്ലാച്ചി ടൗണാണിത്. നഗരം ഉണർന്നു തുടങ്ങുന്നതേയുള്ളൂ. ആളുകളൊക്കെ വന്നു തുടങ്ങി. കച്ചവടമൊക്കെ ഉഷാറാകാൻ പോവുകയാണ്. പക്ഷേ ഒരു കൂട്ടർ അവരുടെ ജോലിയൊക്കെ തീർത്ത് തിരികെ പോകാനുള്ള ഒരുക്കത്തിലാണ്. നാദാപുരം പഞ്ചായത്തിലെ തൂപ്പുകാരാണിവർ. ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് ഈ പട്ടണം ആളുകളെയൊക്കെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. നാദാപുരം പഞ്ചായത്തിൽ 2 പ്രധാന പട്ടണങ്ങളാണുള്ളത്, കല്ലാച്ചിയും നാദാപുരവും. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുനഗരങ്ങളിലെ മാലിന്യ പ്രശ്നം നാദാപുരം പഞ്ചായത്തിന് എന്നും ഒരു തലവേദനയായിരുന്നു. ഈ മാലിന്യ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി നാദാപുരം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ആരോഗ്യ ശുചിത്വ സമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് പഞ്ചായത്തിന്റെ സ്റ്റാഫുകൾ കൂടാതെ സമിതി നിയമിച്ചിരിക്കുന്ന 6 പേർ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. നഗരത്തിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശമായ പാലോഞ്ചാലയിലെ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്കാണ് എത്തിക്കുന്നത്. ഇത് ഞാൻ തന്നെയാട്ടോ. അതെ, ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊന്നുമല്ല, ഇവരുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലേക്കാണ് ഈ പോക്ക്. ഇതാണ് പാലോഞ്ചാലയിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ്. 5 ടണ്ണാണ് ഇതിൻ്റെ കപ്പാസിറ്റി. 5 മാസം മുമ്പാണ് ഇത് പ്രവർത്തനം തുടങ്ങിയത്. ഖരമാലിന്യ ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നതിനായി നഗരത്തിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ മാലിന്യങ്ങൾ എങ്ങനെയാണ് ജൈവവളമാകുന്നതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. പ്രദേശത്തിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ജൈവവളം ആക്കുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക്കുകളും കുപ്പികളും വേർതിരിച്ചെടുക്കും. ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്യുന്നതിനു വേണ്ടി കോയമ്പത്തൂർ, ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നത്. ശുചിത്വ വിദ്യ ആരോഗ്യവിദ്യ തന്നെയാണ്. ശുചിത്വമുള്ള സമൂഹത്തിലെ ആരോഗ്യമുള്ള ജനതയുണ്ടാവുകയുള്ളൂ. ഗ്രീൻ കേരള എക്സ്പ്രസിൽ പങ്കെടുക്കാനെത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പടുത്തുയർത്താൻ ശ്രമിക്കുന്നത് ആരോഗ്യമുള്ള സമൂഹത്തെ തന്നെയാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായം കൂടി പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. ശുചിത്വ കേരളം, സുന്ദര കേരളം. ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.